എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ചെമ്മീൻ ബിരിയാണി നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കിയ ചെമ്മീനാണ്. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത്, കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇതൊന്ന് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇതിലേക്ക് തക്കാളിയാണ്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില, മല്ലിയില, പുതിനയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ വേവിച്ച് വെച്ച ചെമ്മീൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ബിരിയാണി മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീര്, തൈര് കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം അടച്ച് വെക്കാനായിട്ട്. ഇനി ഒരു കുക്കറിലേക്ക് ഞാൻ 10 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 5 കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് 10 കപ്പ് വെള്ളമാണ്. പിന്നെ അതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ആവശ്യത്തിന് ഉപ്പ്, നെയ്യ്, പിന്നെ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ അടിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ചോറ് നേരത്തെ മാറ്റിവെച്ച മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനും ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, പൊരിച്ച സവാള കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ബിരിയാണി മസാല, മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കുറഞ്ഞ തീയിൽ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി നന്നായിട്ട് തന്നെ ദമ്മായിട്ടുണ്ട്. ഇനി ഇതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഇതൊരു വേറെ പാത്രത്തിലേക്ക്, മുകളിൽ നിന്നും ചോറ് മുഴുവനായിട്ടും വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മസാല ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡിയായി. അപ്പോൾ ഈ രീതിയിൽ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചെമ്മീൻ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക.